വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഷിബി. അപ്പോൾ ഇന്നത്തേത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഒരു ചുരിദാർ ടോപ്പ് കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും കാണിക്കണം എന്ന് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ചുരിദാർ കട്ടിംഗ് ആണ്. ഇതിപ്പോൾ 2 പാർട്ടായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ ചുരിദാർ കട്ടിംഗ് ആണ് കേട്ടോ. അപ്പോൾ ചുരിദാർ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ചുരിദാറിൻ്റെ ഇപ്പം ഞാൻ ഈ കട്ട് ചെയ്യാൻ പോകുന്നത് ലൈനിങ് തുണിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചുരിദാറിൻ്റെ ടോപ്പ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഇപ്പം ലൈനിങ് ചുരിദാറാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൈനിങ് വേണം ആദ്യം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ തുണി എന്ന് പറയുന്നത് ഒരു 44 ഇഞ്ച് വീതിയുള്ള തുണിയാണ്. അപ്പം ഞാൻ ഇതിങ്ങനെ എന്താ പറയുന്നത് ഹൊറിസോണ്ടലായിട്ട് ഇട്ടിട്ടാണ് വെട്ടുന്നത്. മീൻസ് കണ്ടോ, ഇതിൻ്റെ ലെങ്ത്ത് അങ്ങോട്ട് നമുക്ക് ആവശ്യത്തിന് കിട്ടും. ഞാനിത് തയ്ക്കാൻ പോകുന്ന ചുരിദാർ എന്ന് പറയുന്നത് ഒരു 44 ഇഞ്ച് വീതിയാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഈ ലൈനിങ് തുണിയിൽ അത് കട്ട് ചെയ്യുമ്പോഴത്തേൽ അതിൻ്റെ സീം അലവൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മേളിലും താഴെയും മടക്കി തയ്ച്ച് കഴിയുമ്പോഴത്തേൽ കറക്റ്റ് ഒരു 42 ഇഞ്ചസ് ലൈനിങ്ങിലും കിട്ടും. മറ്റേ മെയിൻ തുണിയിൽ 44ഉം കിട്ടും. അപ്പോൾ മെയിൻ തുണിയിൽ നിന്നും എപ്പോഴും ഒരു 2 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ ലൈനിങ് കട്ട് ചെയ്യാൻ. അപ്പോൾ ഇപ്പോൾ ഞാൻ മെഷർമെൻറ്റ് എടുത്തിട്ടല്ല ഇത് ചെയ്യുന്നത്. ഇത് ഞാൻ എൻ്റെ കയ്യിലുള്ള ടോപ്പിൻ്റെ അതേ അളവിലാണ് ഞാനിത് തയ്ക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഏറ്റവും ഫിറ്റായിട്ടുള്ള ഒരു ടോപ്പ് എടുക്കുക. ആ ടോപ്പിൽ ഇങ്ങനെ 2ആയിട്ട് മടക്കിയിട്ടിട്ട് മാർക്ക് ചെയ്യണം. ഇതുപോലെ നമ്മുടെ ആ ഷോൾഡർ ആദ്യം മാർക്ക് ചെയ്യുക. പിന്നെ ഇത് ആം ഹോൾ മാർക്ക് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് ആം ഹോൾ കറക്റ്റ് ലെങ്ത്തിൽ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു 1/2 ഇഞ്ച് മേളിലോട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പോഴാണ് സീം അലവൻസും കൂടെ ചേർന്നാണ് ആ കറക്റ്റ് താഴെ വന്ന് നിൽക്കുന്നത്. മേളിലോട്ടാവുമ്പോഴേ കറക്റ്റ് ആവുള്ളൂ. അത് കട്ട് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ താഴത്തെ അളവിൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മുടെ ആ ടോപ്പിൻ്റെ സെയിം ഇങ്ങനെ അരികിൽ ചേർത്ത് നമ്മളിങ്ങനെ വരച്ച് പോവുക. എത്രയാണ് നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു ഇത്തിരിയൊക്കെ നമുക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് മാറ്റി മാർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് പോവുക. അത് താഴെ വരെയും മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ എപ്പോഴും സീം അലവൻസ് ഒരു 2 ഇഞ്ചോ 1.5 ഇഞ്ച് മുതൽ 2 ഇഞ്ച് വരെ നമ്മളെപ്പോഴും സീം അലവൻസ് കൊടുക്കുക. സീം അലവൻസ് എന്ന് പറയുന്നത് തയ്യലിന് നമ്മൾ കുറച്ച് ഇടുമല്ലോ, തുമ്പിടുമല്ലോ, അതിൻ്റെ ഇതാണ് കേട്ടോ ഈ സീം അലവൻസ് എന്ന് പറയുന്നത്. അതാണ് ഞാൻ ഈ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മറ്റേത് നമ്മൾ കറക്റ്റ് ഇതിൽ കൂടെ നമുക്ക് വെട്ടിപ്പോയാലായിട്ട് നമ്മുടെ ടോപ്പ് ചെറുതായി പോവും. അപ്പോൾ താഴെ അത് സ്ലിറ്റിൻ്റെ ഭാഗത്ത് 1 ഇഞ്ചാണ് കൂടുതൽ കൊടുത്തേക്കുന്നത്. ഇല്ലെങ്കിൽ സ്ലിറ്റ് മടക്കി തയ്ക്കുമ്പോൾ വൃത്തികേടായി പോവും. ആകെ ഭയങ്കര എന്താ പറയുന്നത്, നമുക്കത് മടക്കി തയ്ക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ട് അതാണ് ആ വരയ്ക്കുന്ന ആ ഒരു ലൈൻ കണ്ടോ, ആ മേളത്തെ ലൈൻ മുതൽ താഴെ വരെയുള്ളതാണ് സ്ലിറ്റിൻ്റെ പോർഷൻ. അപ്പോൾ അവിടെ 1 ഇഞ്ച് കൊടുക്കുക. ഇത് ഞാൻ ഒന്നുകൂടെ നല്ല ഡാർക്കായിട്ട് മാർക്ക് ചെയ്യുവാണ് കേട്ടോ. എന്നിട്ട് ഇവിടെ കണ്ടോ, ഇപ്പോൾ ഈ വരയ്ക്കുന്ന അതാണ് നമ്മുടെ സീം അലവൻസ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. 2 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ ഹിപ്പിൻ്റെ ഭാഗത്ത് വരുമ്പോൾ സ്ലിറ്റ് തുടങ്ങുന്നത് ഹിപ്പിൻ്റെ ആ ഭാഗത്തു നിന്നാണ്. അപ്പോൾ അവിടുന്ന് താഴോട്ട് 1 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഞാൻ ആം ഹോൾ മാർക്ക് ചെയ്തു. അത് അതിൻ്റെ ആ ഒരു മെഷർമെൻ്റ് എടുത്തതാണ് കേട്ടോ, എത്രയുണ്ടെന്ന് നോക്കാൻ. കാരണം ആം ഹോളൊക്കെ ഞാൻ ഇതിൽ വെച്ചിട്ട് അങ്ങനെ തന്നെ അല്ല വരച്ച് വെട്ടുന്നത്, അല്ലാതെ വെട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഷോൾഡറിൻ്റെ ലെങ്ത് ഒന്ന് എടുത്തതാണ്. 7 ഇഞ്ചുണ്ട്. അപ്പോൾ ആം ഹോളും അതേപോലെ 7 ഇഞ്ച് തന്നെ എടുക്കുക. എന്നിട്ട് ആം ഹോൾ കേർവ് മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഒരു 2 ഇഞ്ച് ഇങ്ങനെ മേളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, നമ്മുടെ ആ എൻ പോയിൻ്റ്, ആ ട്രയാങ്കിൾ പോലെ വരുന്ന അവിടുന്ന് ഒരു 2 ഇഞ്ച് മേളിലോട്ട് മാർക്ക് ചെയ്തിട്ട് ഇതൊരു ആം ഹോൾ കേർവ് മാർക്ക് ചെയ്യുന്ന സ്കെയിലാണ് കേട്ടോ. ഇത് വെച്ചിട്ട് വരച്ചു കൊടുത്താൽ കുറച്ചും കൂടെ നമുക്ക് ആ കേർവ് നല്ല ഇതായിട്ട് കിട്ടും.
ഞാൻ ഇങ്ങനെയൊന്നുമല്ല, അല്ലാതെ വെട്ടാറാണ് പതിവ്. ഇപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നത്. ഇതാകുമ്പോഴത്തേലും ആ കേവ് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ വരച്ചു കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ താഴോട്ട് മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട് പാർട്ടുണ്ടല്ലോ, ചുരിദാറിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ നമ്മളെപ്പോഴും ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ചുളുക്ക് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഞാൻ കഴുത്ത് ഒരു 3 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. കറക്റ്റ് ഒരു 3 ഇഞ്ചസാണ് മാർക്ക് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം ഇപ്പോൾ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇതിങ്ങനെ സീം അലവൻസ് വിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഇതിപ്പോൾ നമ്മൾ ബാക്കും ഫ്രണ്ടും ഒരുമിച്ചാണല്ലോ വെട്ടുന്നത്. അതുകൊണ്ട് ആ മേളിൽ ആ 2 ഇഞ്ചസ് വെച്ച് വെട്ടിയില്ലേ, അതിൽ കൂടെ ഈ ആം ഹോൾ കട്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ താഴെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിരുന്നല്ലോ, അതിൽ കൂടെ വെട്ടരുത്. അത് ഫ്രണ്ട് പീസ് മാത്രം എടുത്തിട്ടേ അതിൽ വെട്ടാവുള്ളൂ കേട്ടോ. എന്നിട്ട് ഈ 3 ഇഞ്ചസിൻ്റെ അവിടെ മേളിൽ ഒരു എന്താ പറയുന്നത് ഒന്ന് കട്ട് ചെയ്യുക. അപ്പം നമുക്ക് ആ 3 ഇഞ്ചസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ബാക്ക് നെക്കിലും ഫ്രണ്ട് നെക്കിലും കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് അതിൻ്റെ ചുരിദാറിൻ്റെ മെയിൻ ഫാബ്രിക് എന്ന് പറയുന്നത്. ഇതും സെയിം ആണ് ഞാൻ ചെയ്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊറിസോണ്ടലായിട്ട് ഇട്ട് തന്നെയാണ് വെട്ടിയത്, വെർട്ടിക്കലായിട്ട് ഇട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് എടുത്തപ്പോഴത്തേൽ 2 മീറ്റേഴ്സാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഈ തുണി. അപ്പോൾ എപ്പോഴും നമ്മൾ ചുരിദാർ മെറ്റീരിയൽ എടുക്കുമ്പോൾ നന്നായിട്ട് ചുരിദാർ തയ്ക്കാൻ അറിയാവുന്നവരാണെങ്കിൽ ഒരു 2 മീറ്റർ എടുത്താൽ മതി. പക്ഷേ എനിക്കിതിൽ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആ ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, ഫ്ലവേഴ്സ് താഴോട്ട് ആണ് വരേണ്ടത്. പക്ഷേ ഞാൻ അത് ശ്രദ്ധിക്കാതെ മേടിച്ചു 2 മീറ്റർ. അപ്പോൾ പിന്നെ എനിക്ക് ഇത് ഹൊറിസോണ്ടലായിട്ട് തന്നെ പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെയിട്ട് വെട്ടിയത്. കാരണം ഇത് ഞാൻ അങ്ങനെ ഒരുപാട് വില കൂടിയ തുണിയൊന്നുമല്ല, ഞാൻ വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി എടുത്തതാണ്. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ആയാലും കുഴപ്പമില്ല. നിങ്ങൾ മേടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് മേടിക്കുക. 2.5 മീറ്റർ തുണി ആദ്യമായിട്ട് തയ്ക്കുന്നവർ 2.5 മീറ്റർ തുണി മേടിക്കുക. ഇത് ഞാൻ കാണിച്ചു കണ്ടോ, അത് മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും തമ്മിലുള്ള ആ വ്യത്യാസമാണ് കേട്ടോ. ലൈനിങ് എപ്പോഴും നമ്മൾ ഇത് ഞാൻ ഫ്രണ്ടും ബാക്കും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക, ഫ്രണ്ട് ഏത് ബാക്ക് ഏതെന്ന്. അപ്പം നമുക്ക് ഒരു സംശയം വരത്തില്ല. അപ്പം ഞാൻ പറഞ്ഞത് മെയിൻ ഫാബ്രിക്കിൽ നിന്ന് ഒരു 3 ഇഞ്ച് കുറച്ചിട്ട് വേണം നമുക്ക് ലൈനിങ് ഫാബ്രിക് വെട്ടാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ കാണിച്ച ആ പോർഷൻ ഫ്രണ്ട് ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും തമ്മിലുള്ള ആ ഒരു വ്യത്യാസമാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ടും ബാക്കും നമുക്ക് 2ആയിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ മെയിൻ ഫാബ്രിക്കിൽ നിന്ന് ആ ബാക്ക് പോർഷൻ അങ്ങ് മാറ്റുവാണ് കേട്ടോ. കാരണം ബാക്കിന് നമുക്ക് പിന്നെ വേറെ ഒന്നും ഇപ്പം ചെയ്യാനില്ല. ഇപ്പം ഫ്രണ്ടിൽ എന്തിനാണ് ഇത് മാറ്റിയെടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രണ്ടിൽ നമ്മൾ ആ ആം ഹോളിൻ്റെ ആ ഒരു ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് താഴ്ത്തി വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ മെയിൻ ഫാബ്രിക്കിൽ ഫ്രണ്ട് പോർഷനിൽ അതും ആ ലൈനിങ്ങും ഈ മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും ഒരുമിച്ച് വെച്ചിട്ട് ആ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അല്ലെങ്കിൽ ഈ ഫ്രണ്ട് ഭാഗത്തും ബാക്ക് ഭാഗത്തുമായിട്ട് ഈ ആം ഹോളിൻ്റെ അവിടെ കുറച്ചിങ്ങനെ തുണി ചുളുങ്ങിയിരിക്കുന്നത് കാണാറില്ലേ. അപ്പോൾ ആ തുണി അങ്ങനെ ചുളുങ്ങിയിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഞാൻ എൻ്റെ എല്ലാ ചുരിദാറുകളിലും അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചുളുങ്ങിയിരിക്കും. കണ്ടോ, ഞാൻ ആ വരച്ചിരിക്കുന്ന ഇത് കണ്ടായിരുന്നോ, ആ ഹാഫ് കണ്ടോ, ഞാനത് അതിൻ്റെ പുറത്തൂടെ ക്ലിയർ ആവാൻ വേണ്ടി ഒന്നുകൂടെ വരയ്ക്കുവാണ് കേട്ടോ. ഇങ്ങനെ വരച്ചു കൊടുക്കുക. എന്നിട്ട് അത് എപ്പോഴും ശ്രദ്ധിച്ചോളുക, ഫ്രണ്ട് പീസ് പ്രത്യേകം എടുത്തിട്ട് വേണം ലൈനിങ് മെയിൻ ഫാബ്രിക്കും ഫ്രണ്ട് പീസ് മാത്രം എടുത്തിട്ടേ ഇത് കട്ട് ചെയ്യാവുള്ളൂ. ബാക്ക് പീസും കൂടെ വെച്ചിട്ട് കട്ട് ചെയ്യരുത്. അപ്പോൾ തുണി ബാക്കിലോട്ട് ഒരുപാട് വലിഞ്ഞു പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ടിൻ്റെ ആ ഒരു ഫ്രണ്ട് പീസിൻ്റെ പരിപാടിയും കഴിഞ്ഞു, അതങ്ങ് മാറ്റി വെച്ചു കേട്ടോ. ഇനി സ്ലീവാണ് വെട്ടാൻ പോകുന്നത്. സ്ലീവ് കൈ എന്ന് പറയത്തില്ലേ, കൈയുടെ ഭാഗത്തിനാണ് നമ്മൾ സ്ലീവ് എന്ന് പറയുന്നത്.
അപ്പോൾ സ്ലീവ് വെട്ടാനാണ്. അപ്പം ഞാൻ ഇതിപ്പോൾ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ തയ്ക്കുന്നതാണ്. അപ്പോൾ എനിക്കൊരു ഇത് ഒത്തിരി ലെങ്ത്തുള്ള സ്ലീവ് വേണ്ട, അതുകൊണ്ട് ഞാൻ ചെറിയ സ്ലീവാണ് വെക്കുന്നത്. അപ്പം ഞാൻ വെക്കുന്ന സ്ലീവ് എന്ന് പറയുന്നത് 6 ഇഞ്ചാണ് എനിക്ക് സ്ലീവ് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ 6 ഇഞ്ചിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 ഇഞ്ചും കൂടെ കൂടുതലായിട്ട് ലെങ്ത്ത് കൊടുക്കുന്നുണ്ട്, സ്ലീവ് ലെങ്ത്ത് കേട്ടോ. അത് ഈ സീം അലവൻസും കൂടിയാണ് തയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, നമ്മൾ മടക്കിയൊക്കെ തയ്ക്കുകയും ഉള്ളിലോട്ട് തയ്ക്കുകയൊക്കെ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ 1.5 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നത്. അപ്പോൾ 6 ഇഞ്ച് സ്ലീവ് ലെങ്ത്തിന് 7.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അത് ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുക. അത് ഇങ്ങനെ എന്താ പറയുന്നത്, ഒന്നും ഇങ്ങനെ കയറിയും ഇറങ്ങിയും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ആ മേളിൽ നിന്ന് താഴോട്ട് ഒരു 3.5 ഇഞ്ച്, നമ്മളിപ്പോൾ 7.5 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, അതിൻ്റെ ആ 7.5 നിന്ന് ഒരു 3.5 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഓപ്പൺ സൈഡ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പുറത്തും 2 വശത്തും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ 9 ഇഞ്ചായിരുന്നു എൻ്റെ ആം ഹോൾ കേവ് കിട്ടിയത്. ആ 9 ഇഞ്ചാണ് കേട്ടോ അവിടെ ആ ഡോട്ടായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടിട്ട മാർക്ക് 1.5 ഇഞ്ച് സീം അലവൻസ് കേട്ടോ. എന്നിട്ട് ഈ ആം ഹോൾ കേവ് തന്നെ ഇങ്ങനെ ഞാൻ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. വെച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേലും നമുക്ക് കുറച്ചും കൂടെ ഒന്ന്, ഞാൻ പറഞ്ഞല്ലോ കേവ് വരയ്ക്കുമ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ സാധാരണ വരയ്ക്കുമ്പോൾ അങ്ങനെയൊന്നും വരയ്ക്കാറില്ല, എനിക്ക് അല്ലാതെ തന്നെ ഞാൻ വരച്ച് പോകാറാണ്. അപ്പം നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട്, ആ കേവ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നത്. അപ്പോൾ കേവ് നമുക്ക് നന്നായിട്ട് കിട്ടും. ഈ സ്റ്റിച്ചിങ് സാധനങ്ങളൊക്കെ വിൽക്കുന്ന എല്ലാ ഷോപ്സിലും ഇങ്ങനെ ഈ ആം ഹോൾ കേവ് മേടിക്കാൻ കിട്ടും കേട്ടോ. ആം ഹോൾ കേവ് എന്ന് പറഞ്ഞാൽ മതി, കിട്ടും. അപ്പോൾ അത് എന്നിട്ട് നമ്മളത് വരയ്ക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ഡാർക്കൻ ആയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതൊന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വെട്ടുമ്പോൾ അത് നല്ല ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. 7.5 ഇഞ്ച്, 6 ഇഞ്ചിന് 7.5 ഇഞ്ച്, അത് കഴിഞ്ഞിട്ട് മേളിൽ നിന്ന് താഴോട്ട് 3.5 ഇഞ്ച്, പിന്നെ ആം ഹോൾ 9 ഇഞ്ച്, പിന്നെ 1.5 ഇഞ്ച് സീം അലവൻസ്. എൻ്റെ താഴത്തെ ഹാൻഡ് റൗണ്ട് എന്ന് പറയുന്നത് 7 ഇഞ്ചാണ്. എന്നിട്ട് അവിടെയും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ചോ 2 ഇഞ്ചോ എങ്ങാനും മാറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് സീം അലവൻസ് കണ്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നമുക്കതിൻ്റെ ആ ഒരു സ്ലീവ് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് മെയിൻ ഫാബ്രിക്കും ഇതുപോലെ എടുത്ത് 4ആയിട്ട് മടക്കുക. 4ആയിട്ട് മടക്കിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളിങ്ങനെ 4ആയിട്ട്, നമ്മുടെ ബാക്കി ഉണ്ടായിരുന്ന ക്ലോത്ത് ഉണ്ടല്ലോ, നമ്മൾ മെയിൻ ടോപ്പ് വെട്ടിയതിൻ്റെ ബാക്കിയുള്ള ക്ലോത്തിലാണ് ഇത് വെട്ടുന്നത്. എന്നിട്ട് അതിനെ 4ആയിട്ട് മടക്കുക. എനിക്കിപ്പോൾ ഇത് ടോട്ടൽ ഇത് വേണ്ടത് സീം അലവൻസും കൂടി 11 ഇഞ്ചായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് അങ്ങനെ വെട്ടിയെടുത്തതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ എന്താ പറയുന്നത്, ഈ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗം കട്ട് ചെയ്യരുത്. അത് കറക്റ്റ് ചെയ്തിട്ടിട്ട് വേണം എപ്പോഴും സ്ലീവ് മാർക്ക് ചെയ്യാൻ. ഇതെന്ന് പറയുന്നത് ക്യാൻവാസാണ് കേട്ടോ. അത് നമ്മൾ ഈ ചുരിദാറിൻ്റെ നെക്കിലൊക്കെ വെക്കാനായിട്ട് ഈ സ്റ്റിഫ് എന്നും പറയും കേട്ടോ ഈ ക്യാൻവാസിന്. അതും കൂടി വെച്ച് നമ്മൾ നെക്ക് തയ്ക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല എന്താ പറയുന്ന ഒരു സ്റ്റിഫ്നെസ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇത് വെച്ചിട്ട്, ഈ ക്യാൻവാസ് വെച്ചിട്ട് തയ്ക്കുന്നത്. ഇതിൽ നമ്മൾ കറക്റ്റ് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എനിക്ക് 6 വേണം. അപ്പോൾ ആ 6 മാർക്ക് ചെയ്ത് കൊടുക്കുക. 3 ഇഞ്ചസ് വിഡ്ത്ത് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3 ഇഞ്ചസാണ്. ആ 3 ഇഞ്ചസും 6 ഇഞ്ചസ് നെക്കിൻ്റെ താഴോട്ടുള്ള ലെങ്ത്താണ്. നെക്കിന് എത്ര ലെങ്ത്ത് വേണോ അത് 6 ഇഞ്ചസാണ്. അതിന് വേണ്ടിയിട്ടും ഞാനിതിൽ ഈ ക്യാൻവാസിൽ 4.5 ഇഞ്ച് വീതിയിലും 7 ഇഞ്ച് നീളത്തിലുമാണ് ഈ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം നമുക്ക് പിന്നെ അത് ഒട്ടിച്ചെടുക്കാനായിട്ടുള്ള ഒരു ഇത് വേണമല്ലോ. കണ്ടോ, ഇങ്ങനെ എന്നിട്ട് നമ്മൾ കറക്റ്റ്, ഞാനിപ്പോൾ ഒരു റൗണ്ട് നെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു റൗണ്ട് വരച്ചു കൊടുക്കുക.
യു നെക്കാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ കറക്റ്റ് ഒരു യു മാർക്ക് ചെയ്ത് കൊടുക്കുക. യു മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം അത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ക്യാൻവാസിലും അതെ, നമ്മൾ എത്രയാണോ നമുക്ക് വിഡ്ത്തും ലെങ്ത്തും വേണ്ടത് അതിൻ്റെ 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ, കട്ട് ചെയ്തെടുക്കാൻ. കണ്ടോ? അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റായിട്ട് ആ ഒരു നെക്കിൻ്റെ ആ ഒരു പോർഷൻ കിട്ടിയിരിക്കുന്നത്. കണ്ടോ? അതെന്നിട്ട് കറക്റ്റ് യു ഷേപ്പിൽ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ബാക്കിയുള്ള ആ ലൈനിങ് ക്ലോത്തിൽ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അത് എത്രയാണോ ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് ഇതുപോലെ മാറ്റുക. എന്നിട്ട് ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ബാക്ക് നെക്കാണ്. ബാക്ക് നെക്ക് അപ്പോൾ 3 ഇഞ്ചസാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് എന്ന് വിട്ടെടുത്തത്. അപ്പോൾ ഞാനിത് മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. അത് തയ്ക്കുമ്പോൾ പറഞ്ഞു തരാം കേട്ടോ, കാണിച്ചും തരാവേ. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഇത്രയോ അപ്പോൾ മടക്കി അടിക്കാനായിട്ട് നമുക്ക് 3 ഇഞ്ചസ് എടുക്കേണ്ട, 2 and 3/4 ഇഞ്ചസ്, 2.25 ഇഞ്ച് എടുത്താൽ മതി. കാരണം അത് മടക്കി തയ്ച്ച് വരുമ്പോൾ കറക്റ്റ് 3 കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ 2.25 ഇഞ്ച് എടുക്കുന്നത്. എന്നിട്ട് എൻ്റെ ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 5 ഇഞ്ചാണ്. ഞാനപ്പോൾ ഒരു 5.5 ഇഞ്ചായിട്ട് ഇത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മേളിലോട്ട് തയ്ക്കുമ്പോഴത്തേൽ ആ ഷോൾഡറിൻ്റെ ഭാഗം തയ്ക്കുമ്പോൾ ഒരു 1/2 ഇഞ്ച് മേളിലോട്ട് കയറും. അപ്പോൾ കറക്റ്റ് 5 ആയിട്ട് എനിക്ക് കിട്ടും. അപ്പോൾ അതും കറക്റ്റ് ഞാനൊരു യു തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ 5.5 ഇഞ്ച് ഇറക്കത്തിൽ ഒരു 2.25 ഇഞ്ച് വിഡ്ത്തിലും ഞാനിതിങ്ങനെ ഒരു ബോക്സ് വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഹാഫിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് ഒരു യു ഇതുപോലെ വരച്ചു കൊടുക്കണം. കണ്ടോ? കറക്റ്റ് ഒരു യു വരച്ചു കൊടുക്കുക. അത് നന്നായിട്ട് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ലൈനിങ് തുണി മാത്രമേ നമ്മൾ ബാക്ക് നെക്കിൽ ആദ്യം കട്ട് ചെയ്യാവുള്ളൂ. മെയിൻ ഫാബ്രിക് കട്ട് ചെയ്യരുത്. അതിനുശേഷം ഞാൻ നമ്മൾ ആ നെക്ക് ക്യാൻവാസ് വെട്ടിയെടുത്തല്ലോ, ആ നെക്ക് അത് ക്യാൻവാസാണ്. അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു ഗമ്മ പോലെ ഉണ്ടാവും. അപ്പം നമ്മൾ ഈ ഒരു ഫാബ്രിക്കിൽ, ഈ ലൈനിങ് ഫാബ്രിക്കിൽ അത് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുത്താലായിട്ട് അതിൽ നന്നായിട്ട് പ്രസ്സായി വരും. അപ്പോൾ നല്ല ചൂടായിട്ട് നമ്മൾ അത് അയൺ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് പ്രസ്സായി വരും. പക്ഷേ എൻ്റെ ലൈനിങ് ക്ലോത്ത് എന്ന് പറയുന്നത് ക്രേപ്പ് മെറ്റീരിയൽ ആയതുകൊണ്ട് അത് ഉരുകിപ്പോകാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ചൂട് കുറച്ചിട്ടിട്ടാണ് കേട്ടോ അതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അത് ഒന്ന് അതിൽ സ്റ്റിക്ക് ചെയ്ത് വരാനായിട്ട് കുറച്ച് സമയം എടുക്കുന്നത്. അപ്പോൾ കുറച്ച് നമ്മളിപ്പോൾ സാധാരണ കോട്ടൺ ഫാബ്രിക്കൊക്കെ ആണെങ്കിൽ ഇത്രയും ഇത് വരില്ല. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ കട്ടിങ് മാത്രമേ ഉള്ളൂ. സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അടുത്ത ഉടനെ തന്നെ കാണിക്കുന്നതായിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ കമൻസൊക്കെ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പിന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.